കൂട്ടായ്മയിലൂടെ ഈ മഹത്തായ നമ്മുടെ ഓൺലൈൻ വാർഷികത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതുകൊണ്ടും ഇന്നേ ദിവസം കുടിച്ചിട്ടില്ല. പേര് ജോസഫ്. ഹായ് ജോസഫ് മാഷേ, ഹായ് ഹായ്. ഹായ്. മാഷൊന്നും അല്ല കേട്ടോ. എന്തായാലും ഭാഷയാണേലും ആരാണെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു ഭാഷയല്ലേ ഉള്ളൂ. അതാണല്ലോ നമ്മുടെ വിഷയവും. ഹൃദയത്തിൻ്റെ ഭാഷ. അത് നമുക്ക് എന്തുമാത്രം കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തുമാത്രം മറ്റൊരു മദ്യാസക്തനുമായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ അല്ലെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഭാഷ എന്തുമാത്രം മറ്റൊരു മദ്യാസക്തനിലേക്ക് എനിക്ക് സന്നിവേശിക്കാൻ പറ്റുന്നുണ്ടോ, അതനുസരിച്ചായിരിക്കും അയാൾ ഈ പ്രോഗ്രാമിലേക്ക് ആകർഷിക്കപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. ഈ വിഷയം തന്നെ നമ്മുടെ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഗ്രേപ്പ് വൈൻ്റെ റൈറ്റിങ്സ് എഡിറ്റ് ചെയ്ത് വിൽ ഡബ്ല്യുവിൻ്റെ റൈറ്റിങ്സ് എല്ലാം കൂടെ എടുത്ത് നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബുക്കിൽ 25ാം വാർഷികത്തോടനുബന്ധിച്ച് എന്ന് പറഞ്ഞാൽ 1960 എഴുതിയ ഒരു ലേഖനം, അതാണ് ലാംഗ്വേജ് ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്ന ആ ലേഖനം. ഞാൻ കുറേയൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, ഞാൻ പൊതുസമൂഹത്തിൽ അല്ലെ ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന കാലത്ത് മനസ്സിലാക്കിയതൊന്നും അല്ല ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉള്ളതെന്ന് മനസ്സിലായി. ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പം മറ്റുള്ളവരെ പരിഗണിച്ചിരുന്ന രീതിയിലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ആൾക്കാരെ പരിഗണിക്കുന്നതെങ്കിൽ എനിക്കവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ പുതിയൊരു ഭാഷ, പുതിയൊരു സംസ്കാരം, പുതിയ രീതികൾ, പുതിയ പടികൾ, പുതിയ പാരമ്പര്യങ്ങൾ, പുതിയ സങ്കല്പങ്ങൾ, ഇതൊന്നും സത്യത്തിൽ പുതിയതെന്ന് ഞാൻ കൂട്ടിച്ചേർത്ത. കാരണം പണ്ടും അറിയില്ല, ഇന്നും അതിനകത്ത് പൂർണ്ണമായ ഒരു അറിവുണ്ടായിട്ടല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ലെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ പറ്റുന്നുണ്ട്, അവരുടെ സന്തോഷത്തിൽ അസൂയപ്പെടാതിരിക്കാൻ സാധിക്കുന്നുണ്ട്, അവരുടെ വളർച്ചയിൽ കണ്ണു തുറന്ന് അവരെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ ഭാഷ നമ്മുടെയിലൂടെ കടന്നു വരുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം എൻ്റെ തന്നിഷ്ടവും ധിക്കാരവും അറിവില്ലായ്മയും പൊങ്ങച്ചവും സ്വയം സഹതാപവും എല്ലാം എന്നെ കൊണ്ട് എത്തിച്ചിരുന്നത് ഈ ഹൃദയത്തിലേക്കൊന്നും ആയിരുന്നില്ല, എൻ്റെ തലച്ചോറിലേക്ക് തന്നെയായിരുന്നു. എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് ഒക്കെ എല്ലാത്തിനെയും ജയിക്കാം. പിന്നെയാണോ ഈ നിസ്സാരനായ മദ്യത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കാതെ വരുന്നത് എന്ന ചോദ്യം മുമ്പിൽ വന്നപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് കൃത്യമായിട്ട് പറഞ്ഞു, നിൻ്റെ ശക്തി കൊണ്ട് ഒന്നും ആകുന്നില്ല. നിൻ്റെ ശക്തി കൊണ്ട് മദ്യത്തെ മാത്രമല്ല, നിനക്ക് ഒന്നിനെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞ ആളാണ് നീ. ആ കഴിവ് കുറഞ്ഞ എന്നെ സംബന്ധിച്ച് അല്പമെങ്കിലും കഴിവുള്ളവനായി നിനക്ക് മാറിയാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഏടെ 35 വർഷം മുമ്പ്, ഇത് എഴുതുന്നതിന് 35 വർഷം മുമ്പ് വിൽ ഡബ്ല്യു സുബോധവാനായി അല്ലെ കുടിക്കാതിരുന്ന് 6 മാസം നടന്നിട്ട് അദ്ദേഹത്തിന് ആരെയും ഒരാളെ പോലും മദ്യാസക്തിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാതെ അയാൾ തിരിച്ച് ഡോക്ടർ സിൽക്വർത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, ഞാൻ പറഞ്ഞിട്ടൊന്നും അവരത് ഗവനിക്കുന്നില്ല, അവരാരും നിലനിൽക്കുന്നില്ല. അപ്പോൾ വിൽ ഡബ്ല്യു ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആ പ്രസംഗം നിർത്തിയിട്ട് അനുഭവങ്ങളും രോഗാവസ്ഥയെപ്പറ്റിയും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കൂ. സത്യത്തിൽ അന്ന് ന്യൂയോർക്കിൽ നിന്ന്, ഇന്നും ന്യൂയോർക്കിൽ നിന്ന് ഏതാണ്ട് 700 കിലോമീറ്റർ മറ്റോ അകലെയാണ് അക്രോൺ, നമ്മുടെ ബോബിൻ്റെ നാട്. ആ 700 കിലോമീറ്റർ അപ്പുറേ ചെന്ന് ഡോക്ടർ ബോബുമായിട്ട് സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ ഈ ഡോക്ടർ പറഞ്ഞ ആ ഹൃദയത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ ആ രോഗാവസ്ഥയെ പറ്റിയുള്ള കൃത്യമായ ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റിയതെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ സത്യത്തിൽ ബോബ് തന്നെ പറയുന്നതായിട്ട് ചന്ദ്രമോഹൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടു. അത് സത്യത്തിൽ അതാണ്, ആ ഭാഷയാണ് സത്യത്തിൽ നമ്മളെ ഇതിൻ്റെ ഉൽപ്പത്തി തന്നെ. ജൂൺ 10 2 പേര് കുടി നിർത്തിയപ്പോൾ
ഉണ്ടായ നമ്മുടെ നമ്മുടെ ഈ ഫെലോഷിപ്പിൻ്റെ ഉത്ഭവം തന്നെ ഈ ഭാഷയുടെ കൈമാറ്റമായിരുന്നു. ഒന്നും സ്വന്തം മിടുക്കും സ്വന്തം കഴിവും ഒന്നും പറഞ്ഞെടുത്ത് ഒരു മധ്യാസക്തനും അടുത്തേക്ക് വന്നില്ല. പക്ഷേ സ്വന്തം അനുഭവം, രോഗാവസ്ഥയെപ്പറ്റിയും അതിനുള്ള പൊതുവായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമവും പിന്നീട് കൂട്ടായിട്ട് ആലോചിക്കുകയും കൂട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത് നമ്മുടെ ബിഗ് ബുക്കിൻ്റെ രചനയും അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അമേരിക്കയിൽ തന്നെ 700 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തു നിന്നൊരു മധ്യാസക്തനെ കിട്ടിയപ്പോഴാണ് നമ്മുടെ ഫെലോഷിപ്പ് ആരംഭിച്ചത്. ഇന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് ഏയുടെ ചരിത്രം വീണ്ടും മുമ്പോട്ട് പോയി. ആ യാത്രയിൽ കൃത്യമായിട്ട് ഇന്നിപ്പം എത്ര രാജ്യങ്ങളിലാണ് ഈ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, ഏയുടെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ. അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോ മലയാളം സംസാരിക്കുന്നവരോ ഹിന്ദി സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അവിടെയെല്ലാം പങ്കുവെക്കപ്പെടുന്നത് ഏയുടെ ഭാഷയാണ്, ഹൃദയത്തിൻ്റെ ഭാഷയാണ് അവിടെ സംസാരിക്കുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ തമിഴ്നാട്ടിലാണേലും ആന്ധ്രയിലാണേലും ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയി നമ്മൾ മീറ്റിങ്ങുകൾ കൂടിയാലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഹൃദയത്തിൻ്റെ അടുപ്പം. അതാണല്ലോ നമ്മുടെ ഭാഷ. പറയുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു ഭാഷയിലൂടെയാണ് ആൽക്കഹോളിസം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഓൺലൈനിൻ്റെ ഇരിക്കുമ്പം ഈ ലോകത്തുള്ള ആകമാനമുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളിലെ ഒരു 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 വാർഷികം. അതിനകത്തിപ്പോൾ നമ്മൾ ഇവിടെ മലയാളം മാത്രം സംസാരിക്കുമ്പോൾ എന്തുമാത്രം ആൾക്കാർ മറ്റു ഭാഷകളിലൂടെ ഇതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ കയറിയപ്പോൾ തന്നെ കുറേ ഇംഗ്ലീഷിലാണെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഇന്നിപ്പം നമ്മൾ എടുക്കുമ്പം ഏതാണ്ട് ഇന്ന് രാവിലെ ഒരു ഡെയിലി റിഫ്ലക്ഷൻ്റെ മീറ്റിങ്ങിൽ കയറിയപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ ഒരു കണക്ക് കേട്ടത്. 181 രാജ്യങ്ങളിലായി ഏതാണ്ട് 21 ലക്ഷത്തോളം ആൾക്കാർ ഇന്ന് ഒരു ദിവസം നമ്മുടെ വൺ ഡേ അറ്റ് എ ടൈം പ്രോഗ്രാമിലൂടെ സുബോധത്തോടെ ജീവിക്കുന്നുണ്ട്. ഈ 181 രാജ്യങ്ങളിലും സംസാരിക്കുന്ന ഭാഷ വിഭിന്നമാണ്. പക്ഷേ ഈ 181 രാജ്യങ്ങളിലും ഉള്ള 21 ലക്ഷത്തോളം ആൾക്കാർ പങ്കുവെക്കുന്ന ഭാഷ ഏയുടെ ഭാഷയാണ്. അവർ പങ്കുവെക്കപ്പെടുന്നത് മറ്റൊന്നുമല്ല, അവരുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും ആകുമ്പോൾ അതെങ്ങനെയാണ് ഒരു മധ്യാസക്തനിൽ നിന്ന് മറ്റൊരു മധ്യാസക്തനിലേക്ക് ഇത് കടന്നു പോകുന്നത്, അതിൻ്റെ മീഡിയം എന്താണ്, എങ്ങനെയാണ് നമുക്കതിനെ എങ്ങനെ നിർവചിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരൊറ്റ വാക്കിൽ ഒരുപക്ഷെ എയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. സ്നേഹമെന്ന് പറയുന്ന ആ വലിയ ചെറിയ വാക്ക്, ആ സ്നേഹത്തിൽ ഊന്നിയാണ് നമ്മുടെ പ്രോഗ്രാം ഏത് ഭാഷയിലാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തത്, ഇപ്പം ഞാൻ വണ്ടിയിലിരുന്നാണ് ഇത് പറയുന്നത്. എൻ്റെ ഹോം ഗ്രൂപ്പിൻ്റെ വാതിക്കലാണ് വണ്ടി കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങോട്ട് ഒരു മാതാമയും ഒരു സായിപ്പൂടെ നമ്മുടെ ഈ ലിങ്ക് നോക്കി അവർ വന്നതാണ്. എവരുടെ ഗ്രൂപ്പിൽ നിന്ന് കണ്ട് കയറി വന്നതാണ്. അവരന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ എവിടെയാണെങ്കിലും അവർ വന്ന് പറഞ്ഞതും, ചെറിയൊരു ട്രാൻസ്ലേഷൻ ഗ്രൂപ്പിൽ പുതിയ ആൾക്കാരായതുകൊണ്ട് വേണ്ടി വന്നെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലായി അവർ പറയുന്നത് അവർ കണ്ടെത്തിയതും അവരുടെ സുബോധത്തെ പറ്റിയും അവരുടെ നിലനിൽപ്പിനെ പറ്റിയും അവരുടെ സ്നേഹത്തെ പറ്റിയും അവരുടെ എളിമയെ പറ്റിയൊക്കെ തന്നെയാണ് അവർ ഞങ്ങളോട് സംസാരിച്ചത്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് അവരെ മടക്കി അയക്കാൻ പറ്റി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ പങ്കുവെക്കുന്നത് ഈ സ്നേഹം തന്നെയാണ്. ആ സ്നേഹം നമുക്ക് അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റുമോ? ആ സ്നേഹത്തിന് വേണ്ടി ആ സ്നേഹം കൊടുക്കാൻ നമ്മൾ പ്രാപ്തനാകണ്ടേ? ആ സ്നേഹം കൊടുക്കാൻ പ്രാപ്തനാകുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ആത്മീയ ഘടന നമുക്ക് മനസ്സിലാകുമ്പം മാത്രമേ അത് സാധിക്കുള്ളൂ. ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാനൊരു നിസ്സാരക്കാരനാണെന്നുള്ള ഒരു തിരിച്ചറിവാണ്, എൻ്റെ തല കുനിക്കലാണ് സത്യത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്നെ ഒരു മനുഷ്യനാക്കി നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഞാൻ എപ്പോഴൊക്കെ ഞാൻ ആണ് മിടുക്കൻ, ഞാനാണ് കേമൻ എന്നൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ എനിക്ക് പരാജയമായിരുന്നു ഫലം. പക്ഷേ മറ്റൊരു മധ്യാസക്തന് വേണ്ടി കഴിവിൻ്റെ പരമാവധി അയാൾക്ക് വേണ്ടി നമ്മുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഗ്രൂപ്പ് തയ്യാറാണ്. അതിൽ
ഒരു എളിയ ആളെന്നുള്ള രീതിയിൽ ഞാനും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സങ്കോചവും ഇല്ലാതെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ആൽക്കഹോളിക്സ് അനോണിമസ് കേരളത്തിലും പുറകോട്ടല്ല, മുമ്പോട്ട് തന്നെയാണ്. ഇപ്പോൾ പഴയ ഗ്രൂപ്പുകളോ അല്ലെ പഴയ ആ സിസ്റ്റമൊക്കെ മാറി. ഇപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ പടികളും പാരമ്പര്യങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ബിഗ് ബുക്ക് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, ഇത് ലോകത്ത് എവിടെയും എല്ലായിടത്തും നടക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ പ്രോഗ്രാം ആ ഹൃദയത്തിൻ്റെ ഭാഷയിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ കടന്നു പോകുന്നത്. മറിച്ച് എവിടെയൊക്കെ അതിപ്പം BW തന്നെ പറഞ്ഞിട്ടുണ്ട്, എവിടെയും പാരമ്പര്യങ്ങൾ ഒരുപക്ഷെ ലംഘിക്കപ്പെട്ടേക്കാം. പക്ഷേ ലംഘിക്കപ്പെടുന്ന പാരമ്പര്യങ്ങളും അത് വീണ്ടും കൂടുതൽ നന്മയിലേക്കുള്ള വഴി തുറന്നു തരുക മാത്രമേ ചെയ്യുള്ളൂ. അവിടെ നമ്മൾ സ്റ്റോപ്പാകേണ്ട കാര്യമില്ല, അവിടെ നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അത് മാറിക്കൊള്ളും. മാറ്റത്തിനനുസരിച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസിനും മുന്നോട്ട് പോകുന്നതെന്നുള്ള പോകുന്നതെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് ഉണ്ണി പറഞ്ഞ ഈ ഓൺലൈൻ മീറ്റിംഗ്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് ഈ വണ്ടിയിലിരുന്ന് പറയാൻ പ്രാപ്തനാക്കിയത് സത്യത്തിൽ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ തന്നെയാണ്. ഇതിനകത്ത് ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരുടെയും ആദ്യം സംസാരിച്ച ചന്ദ്രമേനോൻ ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന എല്ലാവരുടെയും സ്പീക്കർ മീറ്റിങ്ങുകൾ കേൾക്കാനും അതിലൂടെ ഇതിൻ്റെ കുറച്ചുകൂടെ മനസ്സിലാക്കാനും ഒക്കെ സത്യത്തിൽ സാധിച്ചത് ഈ ഓൺലൈനിൻ്റെ ലൂടെ പങ്കെടുക്കുക. അത് വന്നു പെട്ടമുണ്ട്. ഞാൻ ജനമൈത്രി ഓൺലൈൻ ഗ്രൂപ്പിൽ കൂടെ വന്നയാളാണ്. സത്യത്തിൽ ഒരു വലിയ അനുഗ്രഹമായിപ്പോയി. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ലാംഗ്വേജ് ഓഫ് ദ ഹെർട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ആഗോള ഷെയറിങ്ങിനെ പറ്റിയോ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ കൂടി നിർത്തുന്ന ഒരു പ്രോഗ്രാം, അല്ലെ കൂടി നിർത്തുന്ന ഒരു പദ്ധതി, കുടിക്കാതിരിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുക, മീറ്റിങ്ങിൽ കൂടുക, കുടിക്കാതിരിക്കുക, പേടിച്ച് വിറച്ചിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മറിച്ച് ഇതിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലാൻ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ സഹായിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ മലയാളികൾക്കറിയാം, ഏതെങ്കിലും ഒരു വാർഷികത്തിനോ അതല്ലെങ്കിൽ ഒരു കൺവെൻഷനോ ഒക്കെ കിട്ടുന്ന ഒരു സ്പീക്കർ മീറ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതും അല്ലെങ്കിൽ അതിലും കുറച്ച് ആൾക്കാർക്ക് ഇതിൻ്റെ ലിറ്ററേച്ചർ എന്താണെന്ന് അറിയാതെ എങ്ങനെ അത് വായിക്കും, ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇന്നിപ്പം ഇതിനൊക്കെ ഈ ലോകത്തുള്ള ഏത് രാജ്യത്തും നമുക്ക് പ്രതീക്ഷയോടെ നമുക്ക് ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. എവിടെ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ധൈര്യമായിട്ട് അവരോട് നമുക്ക് വിളിച്ചു ചോദിക്കാം, എനിക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യം അവിടെയുണ്ട്, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സത്യസന്ധതയോടെ അത് കാട്ടിത്തരുന്ന ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആശങ്കയ്ക്കും ഇടയില്ലാതെ കൊണ്ട് നമ്മൾ അവരാരെയും മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, അവരുടെ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാനോ അവരെ ആരെയും വഴിതെറ്റിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ജെനുവിനായിട്ടുള്ള ഏത് കാര്യത്തിനും നമുക്ക് അഭിപ്രായം പറഞ്ഞു തരാൻ പ്രാപ്തരായിട്ടുള്ള മനുഷ്യ സ്നേഹികൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ മനുഷ്യ സ്നേഹത്തിൽ ഊന്നി ആ വലിയ ശക്തിയുടെ സ്നേഹം തിരിച്ചറിയുന്ന ആൾക്കാരാണ്. ഞാൻ വലിയ ശക്തിയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഓർത്തത്, കാരണം ആ ശക്തിയിൽ വിശ്വാസമില്ലാത്ത ഇപ്പം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഇല്ലേ, അല്ലെങ്കിൽ ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്ന സ്കാൻഡിനേവൻ കൺട്രീസ് ഉണ്ട്, അവിടെ ഇല്ലേ, അവിടെയെല്ലാം ഉണ്ട്. അവിടെയെല്ലാം സത്യത്തിൽ എബി താച്ചർ BWനോട് പറഞ്ഞ, അല്ലെങ്കിൽ സിൽക്ക് വർത്ത് BWനോട് പറഞ്ഞ, അതും അല്ലെങ്കിൽ നമ്മുടെ കാൾ യുങ് നമ്മുടെ ബിസിനസ്സുകാരനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റിയിലല്ല, മറിച്ച് സ്നേഹമാകുന്ന ഒന്നിനെ കണ്ടെത്താൻ പറ്റുന്ന മദ്യാസക്തർ, സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും തൻ്റെ മദ്യത്തെ കൈകാര്യം ചെയ്യാൻ തനിക്ക് സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്ന മദ്യാസക്തർക്ക് അവർക്ക് അവരുടെ ഈഗോ സറണ്ടർ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു ആശയം. ആ ആശയമാണ് സത്യത്തിൽ ലോകത്തെമ്പാടുമുള്ളത്. അവിടെ വ്യവസ്ഥാപിതമായ മതത്തിൻ്റെ ആ ദൈവസങ്കല്പങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളിൽ പലരിലും ഉള്ളത്. പക്ഷേ ലോകമാസകലം നമ്മളെടുക്കുമ്പം അവർക്കെല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല. പക്ഷേ ഒരു പോയിന്റ് നമ്മളെല്ലാവരും ഒരിടത്താണ്, ആ ശക്തിയുടെ കാര്യത്തിൽ എന്നെക്കൊണ്ട് സാധ്യമല്ല,
അത് എൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലോ ഉള്ള മറ്റൊരു ശക്തിക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് സത്യത്തിൽ നമ്മളെ എല്ലാവരെയും ഒന്നാക്കുന്നത്. അവിടെ മതമുള്ളവരെയും മതമില്ലാത്തവരെയും തെളിവുണ്ടെന്ന് പറയുന്നവരെയും തെളിവില്ലെന്ന് പറയുന്നവരെയും എല്ലാവർക്കും ആ സ്നേഹത്തിലൂന്നി ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതിന് എല്ലാവർക്കും ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും സാധിക്കട്ടെ. എന്നെ ഇതിന് ക്ഷണിച്ച ഇതിൻ്റെ സേവകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.